ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ഇയറിൽ നമ്മുടെ ജൂനിയർ സ്റ്റേറ്റ് ഫിറ്റർ എന്ന തസ്തികയിലേക്ക് കേരള PSC നടത്തിയിട്ടുള്ള എക്സാമിൻ്റെ ആൻസർ കീ ഡിസ്കഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ എക്സാം നടന്നത് എന്ന് പറയുന്നത് 24/9/2018 2018 ഇതിൻ്റെ ലാസ്റ്റ് എക്സാം നടന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, നിങ്ങളെല്ലാവരും തന്നെ കേരള PSCയുടെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഈ ഒരു എക്സാമിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എക്സാംസ് ഒക്കെ വളരെ അടുത്ത് വരുന്ന ദിവസങ്ങളിൽ തന്നെ എക്സാമുകൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇൻറ്റൻസീവായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ ഏറ്റവും കൃത്യമായിട്ട് ഓരോ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം ആണെങ്കിലും ടെക്നിക്കൽ എക്സാംസുകൾക്ക് കൃത്യമായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു, എസ്പെഷ്യലി ജൂനിയർ ഇൻസ്ട്രക്ടർ പോലുള്ള എക്സാമുകൾക്കെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ആ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെയുള്ളതായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് പഠിക്കുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എക്സാംസ് എഴുതുന്നവർക്ക് നമുക്ക് അറിയാൻ കഴിയും. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഓരോ ക്വസ്റ്റ്യൻസും എടുത്ത് നിങ്ങൾക്ക് മുന്നിൽ ആൻസർ പറഞ്ഞു തരുന്നുണ്ട്. അതെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ 2018 കാലഘട്ടത്തിലെ എക്സാമുകൾക്കെല്ലാം തന്നെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പോൾ GKയും ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. GK 20 ക്വസ്റ്റ്യൻസ് ആയിട്ട് GK ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ടെക്നിക്കൽ ബാക്കി വരുന്നത് ടെക്നിക്കലിൻ്റെ എക്സാം വന്നിരുന്നത് 80 ക്വസ്റ്റ്യൻസും ആയിരുന്നു. അതിൽ നിന്ന് ഈ GK ക്വസ്റ്റ്യൻസ് എടുത്തു കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഫൈനൽ ആൻസർ കീ വന്ന സമയത്ത് 80 ക്വസ്റ്റ്യൻസിൽ നിന്ന് 77 ക്വസ്റ്റ്യൻസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. 3 ക്വസ്റ്റ്യൻസ് ഡിലീഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒഴിവാക്കി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോകേണ്ടതുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നു, സൈസ് ഓഫ് ട്രൈസ്ക്വയർ ഈസ് ഡിറ്റർമൈൻഡ് ബൈ. സൈസ് ഓഫ് ട്രൈസ്ക്വയർ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഓപ്ഷൻ എ ലെങ്ത് ഓഫ് സ്റ്റോക്ക്, ഓപ്ഷൻ ബി വിഡ്ത്ത് ഓഫ് ബ്ലേഡ്, ഓപ്ഷൻ സി തിക്നെസ് ഓഫ് സ്റ്റോക്ക്, ഓപ്ഷൻ ഡി ലെങ്ത് ഓഫ് ബ്ലേഡ്. നമുക്കറിയാം ഇത് കൃത്യമായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ ക്വസ്റ്റ്യൻ നമുക്കറിയാം, ഒരു ട്രൈസ്ക്വയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടാവുക അതിൻ്റെ ബ്ലേഡിൻ്റെ ലെങ്ത് നോക്കിയിട്ടാണ്, ലെങ്ത് ഓഫ് ബ്ലേഡ് നോക്കിയിട്ടാണ്. അപ്പോൾ ഓപ്ഷൻ ഡി വിൽ ബി ദ ആൻസർ. ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ലെങ്ത് ഓഫ് ബ്ലേഡ്, ബ്ലേഡിൻ്റെ ലെങ്ത് നോക്കിയിട്ടാണ് ട്രൈസ്ക്വയറിൻ്റെ സൈസ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡാഷ് ഈസ് യൂസ്ഡ് ടു കട്ട് parallel grooves. Dash is used to cut parallel grooves. Option A diamond point chisel, option B half round chisel, option C cross cut chisel, option D flat chisel. അങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം ഓരോ ചിസലും ഏത് രീതിയിൽ ഏത് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ പാരലൽ ഗ്രൂവ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പാരലൽ ഗ്രൂവ്സ് ഓയിൽ ഗ്രൂവ് ഒക്കെയാണ് പറയുന്നതെങ്കിൽ നമുക്കറിയാം അത് ഹാഫ് റൗണ്ട് ചിസലാണ് യൂസ് ചെയ്യുക അല്ലേ. ഓയിൽ ഗ്രൂവ് കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഹാഫ് റൗണ്ട് ചിസലാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ഓപ്ഷൻ വരുന്നു ക്രോസ് കട്ട് ചിസലാണ് ഇവിടുത്തെ ആൻസർ വരിക. ക്രോസ് കട്ട് ചിസൽ അല്ലെങ്കിൽ ക്രോസ് കട്ട് ചിസൽ നമുക്ക് വേറൊരു പേരും കൂടെ പറയാം. എന്തായിരുന്നു? കേപ്പ് ചിസൽ അല്ലേ. കേപ്പ് ചിസൽ എന്നും കൂടെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കേപ്പ് ചിസൽ എന്നോ അല്ലെങ്കിൽ ക്രോസ് കട്ട് ചിസൽ എന്നോ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയേണ്ടതാണ് അത് പാരലൽ ഗ്രൂവ്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പാരലൽ ഗ്രൂവ്സ്. ഇനി അവിടെ ഓയിൽ ഗ്രൂവാ വരുന്നതെങ്കിൽ നമുക്ക് അതെന്ത് പറയാം? ഹാഫ് റൗണ്ട് ചിസലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ പിക്ക് ചെയ്ത് പോകേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു, ഡാഷ് ഈസ് യൂസ്ഡ് ടു കറക്റ്റ്ലി ക്ലീൻ ദ ഹോള്. ഹോള് ക്ലീൻ ചെയ്യാൻ അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹോള് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ്ലി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വരുന്നു ഡ്രിൽ, ഓപ്ഷൻ ബി ടാപ്പ്, ഓപ്ഷൻ സി കൗണ്ടർ ബോറിംഗ് ടൂള്, ഓപ്ഷൻ ഡി റീമർ. നമുക്കറിയാം ഹോള് ഇപ്പോൾ നമുക്ക് ഡ്രില്ല് എന്നുള്ള ടൂൾ എന്ന് പറഞ്ഞാൽ എന്തിനു ഉപയോഗിക്കുന്നത്? അത് നമുക്കൊരു ഹോള് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് ആൻസർ ഒരു സംശയമില്ലാണ്ട് പറയാൻ വേണ്ടി സാധിക്കും. എന്താണ്? ഓപ്ഷൻ ഡി ആയിരിക്കും അല്ലേ. റീമർ ആയിരിക്കും യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറയുന്നത്. റീമർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹോളിനെ എന്ത് ചെയ്യുന്നുണ്ടാവുക? ഫിനിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ ക്ലീൻ ചെയ്യുക അല്ലെ, ഫിനിഷ് ചെയ്യുന്ന പ്രോസസ്സ് ചെയ്യുന്നത് റീമർ എന്ന ടൂൾ യൂസ് ചെയ്തിട്ടാണ്. ടാപ്പ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഇന്റേണൽ ത്രെഡുകൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്റേണൽ ആയിട്ടുള്ള ത്രെഡുകൾ കട്ട് ചെയ്യാനാണ് നമ്മൾ ടാപ്പുകൾ യൂസ് ചെയ്യുക. അതുപോലെ കൗണ്ടർ ബോറിംഗ് ടൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു പ്രൊജക്ഷൻ ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു ഫ്ലാറ്റ് സർഫേസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൗണ്ടർ ബോറിംഗ് ടൂളുകൾ ഉപയോഗിക്കുക. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു.
ലീസ്റ്റ് കൗണ്ട് ഓഫ് മെട്രിക് വെർനിയർ മൈക്രോമീറ്റർ. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. ലീസ്റ്റ് കൗണ്ട് ഓഫ് LC ഓഫ് മെട്രിക് വെർനിയർ മൈക്രോമീറ്റർ. മെട്രിക് വെർനിയർ മൈക്രോമീറ്റർ, വെർനിയർ മൈക്രോമീറ്റർ അതവിടെ കൃത്യമായിട്ട് അറിയണം. മെട്രിക് വെർനിയർ മൈക്രോമീറ്റർ നമുക്കറിയാം, നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. ഏതായിരിക്കും ഇതിൽ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ എ വരുന്നു 0.001 mm, ഓപ്ഷൻ ബി വരുന്നു 0.01 mm, ഓപ്ഷൻ സി 0.02 mm, ഓപ്ഷൻ ഡി 0.002 mm. ഇത് നമുക്ക് കൃത്യമായിട്ട് ആൻസർ പറയാൻ വേണ്ടി സാധിക്കും. ഓപ്ഷൻ എ 0.001 mm ആണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു. 1 മൈക്രോൺ. മൈക്രോൺ ഈസ് ഈക്വൽ ടു ഡാഷ്. ഓപ്ഷൻ എ 0.01 മില്ലിമീറ്റർ, ഓപ്ഷൻ ബി 0.1 മില്ലിമീറ്റർ, ഓപ്ഷൻ സി 0.001 മില്ലിമീറ്റർ, ഓപ്ഷൻ ഡി 0.0001 മില്ലിമീറ്റർ. ഇവിടെ നമുക്കറിയാം മൈക്രോണിന്റെ ഇങ്ങനത്തെ ഒരു കൺവേർഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ നമുക്കറിയാം. ജൂനിയർ സെക്ടർ പോലുള്ള എക്സാമുകൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഡിപ്ലോമ വെച്ചിട്ടുള്ള ക്വാളിഫിക്കേഷൻ വരുന്ന എക്സാമുകൾക്ക് കൃത്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിന്റെ എല്ലാ കൃത്യമായിട്ടുള്ള കൺവേർഷൻസ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ ഇതിലൂടെ വരുന്ന മൈക്രോൺ എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? മില്ലിമീറ്ററിലേക്കുള്ള കൺവേർഷൻ. അപ്പം ഓപ്ഷൻ സി 0.001 മില്ലിമീറ്റർ ആയിരിക്കും ഇതിന് ആൻസർ വരുന്നുണ്ടാവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു. ഗ്യാപ്പ് ബിറ്റ്വീൻ ടു മേറ്റിംഗ് സർഫേസ് ഈസ് ചെക്ക്ഡ് ബൈ. Gap between two mating surface is checked by option A radius gauge, option B feeler gauge, option C snap gauge, option D center gauge. അവിടെ കൃത്യമായിട്ട് നമുക്കറിയാം. ഇത് ഒരുപാട് തവണ നിങ്ങൾക്ക് പ്രീവിയസ് എക്സാംസ് എഴുതുന്നവർക്ക് അറിയാം. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ്, ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ഓരോ എക്സാമിനും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്താണ് മേറ്റിംഗ് സർഫേസിൻ്റെ, അതായത് മേറ്റിംഗ് സർഫേസിൻ്റെ ആ ഗ്യാപ്പ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഫീലർ ഗേജ് എന്ന് പറയുന്ന ടൂൾ വെച്ചിട്ടാണ്. ഓപ്ഷൻ ബി ഫീലർ ഗേജ് ആണ് ഇവിടുത്തെ ആൻസർ വരിക. ഫീലർ ഗേജ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് വേറെ ഇതിലും പറയാം. സ്പാർക്ക് പ്ലഗിൻ്റെ ഒക്കെ, സ്പാർക്ക് പ്ലഗ് നമുക്കറിയാം അല്ലേ, സ്പാർക്ക് പ്ലഗിൻ്റെ ആ ഗ്യാപ്പ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളും എന്താണ്? ഈ ഫീലർ ഗേജ്. അതായത് മേറ്റിംഗ് സർഫേസുകൾ തമ്മിലുള്ള ഗ്യാപ്പ് മെഷർ ചെയ്യാനാണ് നമ്മൾ ഫീലർ ഗേജ് ഉപയോഗിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു. ടു റിമൂവ് എക്സസീവ് ബ്രിട്ടിൽനെസ് ഓഫ് ചിസൽ ഡാഷ് ഈസ് ഡൺ. ടു റിമൂവ് excessive brittleness of chisel dash is done. Option A tempering, option B hardening, option C annealing, option D normalizing. ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഹീറ്റ് ട്രീറ്റ്മെന്റിന്റെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. ആകെ 4 ട്രീറ്റ്മെന്റ് പ്രോസസ്സുകളുള്ള ആ പ്രോസസ്സുകൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം ബ്രിട്ടിൽനെസ് ഓഫ് ചിസൽ ഒഴിവാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറിംഗ് ആണ്. ഓപ്ഷൻ എ ടെമ്പറിംഗ് ആണ് ഇവിടുത്തെ ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു. ഡാഷ് ഈസ് യൂസ്ഡ് ടു മെഷർ ഹയർ ടെമ്പറേച്ചർ. ഒരു ഹയർ ടെമ്പറേച്ചർ മെഷർമെന്റിന് യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണെന്നുള്ളതാണ്, ഡിവൈസ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വരുന്നു തെർമോമീറ്റർ, ഓപ്ഷൻ ബി വരുന്നു ബാരോമീറ്റർ, ഓപ്ഷൻ സി വരുന്നു പൈറോമീറ്റർ, ഓപ്ഷൻ ഡി വരുന്നു കലോറിമീറ്റർ. അപ്പോൾ നമുക്ക് ഇതിൽ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ അതിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ അല്ലേ, നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ബാരോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് അല്ലെങ്കിൽ ഡിവൈസ് ആണ്. അപ്പോൾ അതല്ല ആൻസർ വരിക എന്നുള്ളത് മനസ്സിലായി. അതുപോലെ തന്നെ കലോറിമീറ്റർ എന്ന് പറയുന്നത് ആ ഹീറ്റ് കണ്ടന്റിന്റെ അല്ലെ, ഹീറ്റിന്റെ തമ്മിൽ ബന്ധപ്പെട്ടുള്ള ഒരു സാധനമാണ്, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുന്ന ഒരു ഡിവൈസ് ആണ് കലോറിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തെർമോമീറ്ററോ പൈറോമീറ്ററോ എന്ന സംശയം മാത്രമേ നമുക്ക് ബാക്കി വരുന്നുള്ളൂ. അപ്പോൾ ഇവിടുന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും പൈറോമീറ്റർ ആണ്. പൈറോമീറ്റർ ആണ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഹൈ ടെമ്പറേച്ചർ മെഷർമെന്റ് ടൂളായിട്ട് യൂസ് ചെയ്യുന്നത്. ഹൈ ടെമ്പറേച്ചർ മെഷർമെന്റ് ടൂളായിട്ട് യൂസ് ചെയ്യുന്നത് പൈറോമീറ്റർ ആണ്. ഓപ്ഷൻ സി പൈറോമീറ്റർ ആയിരിക്കും ഇതിലെ ആൻസർ വരുന്നുണ്ടാവുക. ഓപ്ഷൻ സി പൈറോമീറ്റർ ആയിരിക്കും ഇവിടുത്തെ ആൻസർ വരുന്നുണ്ടാവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു. ടോങ്സ് ആർ ജനറലി മെയ്ഡ് ഓഫ് ഡാഷ്. ടോങ്സ് ആർ ജനറലി മെയ്ഡ് ഓഫ് ഡാഷ്. ടോങ്സ് എന്ന ടൂള് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണെന്നുള്ള ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കാസ്റ്റേൺ, ഓപ്ഷൻ ബി മൈൽഡ് സ്റ്റീല്, ഓപ്ഷൻ സി ഹൈ കാർബൺ സ്റ്റീല്, ഓപ്ഷൻ ഡി ബ്രാസ്. നമുക്കറിയാം ടോങ്സ് എന്ന് പറഞ്ഞ ടൂൾ എന്തിനാ ഉപയോഗിക്കുന്നുണ്ടാവുക? നമുക്ക് വെൽഡിങ്ങിനൊക്കെ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും അല്ലേ. വെൽഡിങ് നമ്മളെ വർക്ക് പീസ്, ഹോട്ട് ആയിട്ടുള്ള വർക്ക് പീസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ടോങ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഫോർജിങ് ഓപ്പറേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? നമുക്കറിയാം ഓപ്ഷൻ ബി മൈൽഡ് സ്റ്റീൽ വെച്ചിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? ടോങ്സ് എന്ന് പറയുന്ന ഡിവൈസ് അല്ലെങ്കിൽ ആ ഒരു ടൂള് ഉണ്ടാക്കിയിട്ടുള്ളത്, മെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ,
ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ഈസ് ഓപ്ഷൻ എ കോപ്പർ, ഓപ്ഷൻ ബി നിക്കൽ, ഓപ്ഷൻ സി ക്രോമിയം, ഓപ്ഷൻ ഡി അലുമിനിയം. നമുക്ക് ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അറിയാൻ വേണ്ടി സാധിക്കും. ഇതിൽ ഉറപ്പായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ കോപ്പർ ആയിരിക്കും ഇവിടുത്തെ ആൻസർ വരുന്നുണ്ടാവുക. ഓപ്ഷൻ എ കോപ്പർ ആയിരിക്കും ഇവിടുത്തെ ആൻസർ വരുന്നുണ്ടാവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു സ്മോളർ സൈസ് ഓഫ് ഡ്രിൽ ഇൻ നമ്പറിംഗ് കാറ്റഗറി ഈസ് ഡാഷ്. ഓപ്ഷൻ എ 1 millimeter, ഓപ്ഷൻ ബി 0.5 millimeter, ഓപ്ഷൻ സി 0.35 millimeter, ഓപ്ഷൻ ഡി 0.2 millimeter. നമുക്കറിയാം ഒരു ITA ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിമി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന അതിൽ വരുന്നതിൽ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഓരോ വാല്യൂസും തരുന്ന കുറേ കാര്യങ്ങളുണ്ട് പഠിക്കാൻ അല്ലേ. ആ പഠിക്കാനുള്ള കുറേ ചാർട്ടുകൾ ഉണ്ടാവും. ആ ചാർട്ടുകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേ നമുക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുപോലെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ ചോദിക്കാറുണ്ട്. ഇതാണ് റാങ്ക് മേക്കിങ്ങിലായിട്ട് വരിക. റാങ്ക് മേക്കിങ്ങിൽ ഉറപ്പായിട്ടും വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. ഇതിലെ വാല്യൂസ് നമ്മൾ മറന്നു പോകാറുണ്ട്. അത് മറന്നു പോകുന്ന സമയത്ത് നമുക്ക് തെറ്റിപ്പോയാൽ അവിടെ മൈനസ് മാർക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ ചാർട്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ ആൻസർ എന്ത് വരും? 0.35 millimeter ആണ് ഏറ്റവും സ്മോളർ സൈസ് ആയിട്ട് വരുന്നത്. 0.35 millimeter ആണ് ഏറ്റവും സ്മോളർ സൈസ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു ഡാഷ് ഈസ് യൂസ്ഡ് ടു പുട്ട് കോൾ ഇൻ ഫോർജ് ആൻഡ് ടേക്ക് ഔട്ട് ആഷ് ഫ്രം ഫോർജ്. അല്ലേ, ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? കോള് നമുക്ക് ഫോർജിലേക്കും അതുപോലെ തന്നെ ആഷ് നമ്മൾ ഫോർജിൽ നിന്ന് പുറത്തേക്ക് ഒഴിവാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ടോങ്സ്, ഓപ്ഷൻ ബി ഡ്രിഫ്റ്റ്, ഓപ്ഷൻ സി ഷവൽ, ഓപ്ഷൻ ഡി ഫുള്ളർ. നമുക്കറിയാം ഫോർജിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളുകളാണ് തന്നിട്ടുള്ളത് അല്ലേ. അതുപോലെ തന്നെ ഡ്രിഫ്റ്റും തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ഷവലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടാവുക. ഫോർജിൽ നിന്ന് ആഷ് പുറത്തേക്ക് എടുക്കാനും അതുപോലെ തന്നെ കോള് നമ്മൾ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഷവൽ എന്ന് പറയുന്ന ടൂളാണ്. ഷവൽ എന്ന് പറയുന്ന ടൂളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ടാവുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ when close the pipe end is required fitting of dash. ഓപ്ഷൻ എ യൂണിയൻ, ഓപ്ഷൻ ബി സോക്കറ്റ്, ഓപ്ഷൻ സി ടി, ഓപ്ഷൻ ഡി ക്യാപ്പ്. പൈപ്പ് ഫിറ്റിംഗ്സിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഓപ്ഷൻസിലും ഏതൊക്കെ ഫിറ്റിംഗ്സ് ഏതൊക്കെ പർപ്പസിനാണ് യൂസ് ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ് വരുന്നത്? പൈപ്പിലെ എൻഡിൽ നമ്മൾ കൊടുക്കുന്ന ഫിറ്റിംഗ് എന്ന് പറയുന്നത് ക്യാപ്പാണ്. ഓപ്ഷൻ ഡി ക്യാപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറയുന്നത്. ക്യാപ്പായിരിക്കും ഇതിനു വേണ്ടി യൂസ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു The rolling contact bearing are known as. ഓപ്ഷൻ എ പ്ലെയിൻ ബിയറിംഗ്, ഓപ്ഷൻ ബി ആൻറ്റി ഫ്രിക്ഷൻ ബിയറിംഗ്, ഓപ്ഷൻ സി പ്ലാസ്റ്റിക് ബിയറിംഗ്, ഓപ്ഷൻ ഡി ത്രസ്റ്റ് ബിയറിംഗ്. അപ്പോൾ ഇവിടെ റോളിംഗ് കോണ്ടാക്ട് ബിയറിംഗിന് വേറൊരു പേരാണ്, ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിലറിയാം നമുക്ക് ആൻറ്റി ഫ്രിക്ഷൻ ബിയറിംഗ് ആണ് റോളിംഗ് കോണ്ടാക്ട് ബിയർ ആയിട്ട് അറിയപ്പെടുന്നത്. ആൻറ്റി ഫ്രിക്ഷൻ ബിയറിംഗ് റോളിംഗ് കോണ്ടാക്ട് ബിയറിംഗ് തന്നെയാണ്. അവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു For shaft in parallel and rotating in same direction, the belt drive is used is. Option A diagonal, option B cross, option C open, option D none of these. രണ്ട് പാരലൽ ആയിട്ടുള്ള ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. വേറെ കണ്ടീഷൻ കൂടെ പറയുന്നുണ്ട്. എന്താണ്? അത് രണ്ടും സെയിം ഡയറക്ഷനിൽ, അതിൽ ഡ്രൈവറും ഡ്രിവണും എന്താണ് സെയിം ഡയറക്ഷനിൽ റൊട്ടേറ്റും കൂടെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പർപ്പസിന് യൂസ് ചെയ്യുന്ന ബെൽറ്റ് ഡ്രൈവ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഏതായിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ആണ് ഇവിടുത്തെ ആൻസർ വരിക അല്ലെ. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് എന്തിനാ ഉപയോഗിക്കുന്നത്? രണ്ട് പാരലൽ ഷാഫ്റ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നു. ആ പാരലൽ ഷാഫ്റ്റ് സെയിം ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ക്രോസ് ആയിട്ടുള്ള ബെൽറ്റ് ഡ്രൈവുകളാണ് ഉപയോഗിക്കുക. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഇവിടെ ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു എ ടാബ് വാഷർ ഈസ് യൂസ്ഡ് ഫോർ ഡാഷ്. ടാബ് വാഷർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ സെൽഫ് ലോക്കിംഗ്, ഓപ്ഷൻ ബി ലോക്കിംഗ് ദ നട്ട്, ഓപ്ഷൻ സി അവോയ്ഡിങ് വൈബ്രേഷൻ, ഓപ്ഷൻ ഡി ഫാസ്റ്റനിങ് വൈബ്രേഷൻ വർക്ക്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്തിനാണ് ടാബ് വാഷർ ഉപയോഗിച്ചിട്ടുള്ളത്. ടാബ് വാഷർ ഉപയോഗിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? സെൽഫ് ലോക്കിംഗ്, ലോക്കിംഗ് ദ നട്ട്, അവോയ്ഡിങ് ഫ്രിക്ഷൻ,
അതുപോലെ തന്നെ ഓപ്ഷൻ ഡി എന്താണ് ഫാസ്റ്റനിങ് വൈബ്രേഷൻ വർക്ക്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നമുക്കറിയാം ഓപ്ഷൻ ബി ആയിരിക്കും ലോക്കിംഗ് ദ നട്ട്. അതൊക്കെ കൃത്യമായിട്ട് എന്താണ് ടാബ് വാഷർ ഈസ് യൂസ്ഡ് ഫോർ ലോക്കിംഗ് ദ നട്ട്. ടാബ് വാഷർ ഉപയോഗിക്കുന്നത് നട്ടിൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ടൂളാണ് ഇവിടെ ഉപയോഗിച്ചുള്ളത്, ആ ഒരു മെത്തേഡാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ വരിക. ദെൻ വിസ്കോസിറ്റി ഈസ് ആൻ ഇന്റേണൽ പ്രോപ്പർട്ടി ഓഫ് ഫ്ലൂയിഡ്. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ടു ഓപ്ഷൻ എ ഫ്ലോ, ഓപ്ഷൻ ബി ലൈറ്റ്, ഓപ്ഷൻ സി സൗണ്ട്, ഓപ്ഷൻ ഡി കറണ്ട്. നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അല്ലേ, വളരെ കൃത്യമാണ്, ഒരു സംശയവും വേണ്ട. എന്താണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്? എന്തിന് ഓപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്? ഫ്ലോയ്ക്ക് ഓപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് അല്ലേ. ഫ്ലോ നടക്കുമ്പോൾ അതിന് ഓപ്പോസ് ചെയ്ത് നടക്കുന്ന ഒരു പ്രോപ്പർട്ടിനെ പറയുന്ന പേരാണ് വിസ്കോസിറ്റി. ഓപ്ഷൻ എ ഫ്ലോ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു. എ ജിഗ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ ഡാഷ്. ഓപ്ഷൻ എ ഹോൾഡിംഗ് ദ വർക്ക്, ഓപ്ഷൻ ബി ഗൈഡിംഗ് ദ ടൂൾ, ഓപ്ഷൻ സി ലൂസണിങ് ദ വർക്ക്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ ഇവിടെ ഇത് ഒരുപാട് പേർക്ക് സംശയങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ജിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈഡിങ് ദ ടൂളിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യുന്ന ടൂളാണ്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൻസർ അതാണ്, ഗൈഡിങ് ദ ടൂളിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജിഗ് എന്ന ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു. വിച്ച് ടൈപ്പ് ഓഫ് ത്രെഡ് ഈസ് യൂസ്ഡ് ഫോർ പവർ പ്രസ്? പവർ പ്രസ്സിൽ യൂസ് ചെയ്യുന്ന ത്രെഡ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ വരുന്നു സ്ക്വയർ, ഓപ്ഷൻ ബി വരുന്നു മെട്രിക്, ഓപ്ഷൻ സി വരുന്നു BSW ത്രെഡ്, അതുപോലെ തന്നെ ഓപ്ഷൻ ഡി നക്കിൾ ത്രെഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓരോ ടൈപ്പ് ത്രെഡിൻ്റെയും നമുക്ക് കുറേ ത്രെഡുകൾ പഠിക്കാനുണ്ട്. ആ ത്രെഡുകളുടെ ആപ്ലിക്കേഷൻസ് എവിടേക്കാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നുണ്ടാവുക ഏതായിരിക്കും? നമുക്കറിയാം പവർ പ്രസ്സിന് യൂസ് ചെയ്യുന്ന ത്രെഡ് എന്ന് പറയുന്നത് സ്ക്വയർ ത്രെഡാണ്. സ്ക്വയർ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് പവർ പ്രസ്സിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക. സ്ക്വയർ ത്രെഡാണ് അതിന് ഉപയോഗിക്കുന്നുണ്ടാവുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഗൺ മെറ്റൽ ഈസ് ആൻ അലോയ് ഓഫ് കോപ്പർ ഡാഷ്. ഏതിൻ്റെയൊക്കെ അലോയ് ആണ് അലോയ് ഓഫ് കോപ്പർ ഏതിൻ്റെയൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. കോപ്പറിൻ്റെയും ബാക്കിയുള്ളത് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. ഓപ്ഷൻ എ വരുന്നു ലെഡ് ആൻഡ് സിങ്ക്, ഓപ്ഷൻ ബി വരുന്നു ടിൻ ആൻഡ് സിങ്ക്, ഓപ്ഷൻ സി വരുന്നു സിങ്ക് ആൻഡ് നിക്കല്, ഓപ്ഷൻ ഡി വരുന്നു ലെഡ് ആൻഡ് നിക്കല്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഗൺ മെറ്റൽ, ഇങ്ങനെ ഒരുപാട് മെറ്റൽസിൻ്റെ പേരുകൾ പഠിക്കാനുണ്ട് അല്ലേ. മെറ്റീരിയൽ പഠിക്കുന്ന സമയത്ത് ആ ഓരോ മെറ്റീരിയൽ പഠിക്കണം. ആ മെറ്റീരിയൽ പഠിക്കുമ്പോൾ ഓരോന്നിലെയും അലോയികൾ ഏതൊക്കെയാണെന്നുള്ളത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അലോയിൻ്റെ കോമ്പോസിഷനും ചോദിക്കാറുണ്ട്. അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. അതും ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഗൺ മെറ്റൽ എന്ന് പറയുന്നത് കോപ്പർ കൂടാതെ ഏതിൻ്റെയൊക്കെ അലോയ് ആണെന്നുള്ളതാണ്. ഇപ്പോൾ നോക്കിയാൽ നമുക്കറിയാം ഓപ്ഷൻ ബി ടിൻ ആൻഡ് സിങ്ക് ആണ്. ടിന്നിൻ്റെയും സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും അലോയിനെ പറഞ്ഞ പേരാണെന്ന് പറയുന്നത് ഗൺ മെറ്റൽ എന്ന് പറഞ്ഞ. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇത് നോക്കിയാൽ അതിൻ്റെ ഒരു കോമ്പോസിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കോപ്പറിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് 88% ആയിരിക്കും. അതേപോലെ തന്നെ ബാക്കിയുള്ള ടിൻ എന്ന് പറയുന്നത് അതിൽ വരുന്നുണ്ടാവുക 8 to 10%. അതുപോലെ തന്നെ സിങ്ക് വരുന്നുണ്ടാവുക 2 to 4%. ഈ ഒരു കോമ്പോസിഷനും കൂടെ അതിൽ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഓരോ ടൈപ്പ് മെറ്റൽ ചോദിക്കുമ്പോഴും ആ ടൈപ്പ് ഓഫ് മെറ്റലിൻ്റെ കോമ്പോസിഷനും കൂടെ നിങ്ങൾ നോക്കി വെക്കുക എന്നുള്ളതും കൂടെ പഠിച്ചു വെക്കുക. നിങ്ങളൊരു ചാർട്ടിലേക്ക് ആക്കി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു. Which one of the following is used to hold cylindrical rough casting for turning? Which one of the following is used to hold cylindrical rough casting for turning? Option A 4-jaw chuck, option B 3-jaw chuck, option C magnetic chuck, option D none of these. അപ്പോൾ ഇതിൽ പറഞ്ഞുള്ളത് സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള റഫ് കാസ്റ്റിങ്ങിന് ടേണിങ് സമയത്ത് ഏത് ജോയിലാണ് നമ്മൾ വെക്കുന്നുണ്ടാവുക, ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. സിലിണ്ട്രിക്കൽ ജോബാണ് അല്ലേ. സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ജോബുകൾ യൂസ് ചെയ്യുന്നത് 4-jaw ചക്കിലേക്കാണ്. 4-jaw ചക്കിലാണ് നമ്മളിത് ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടാവുക. അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സിലിണ്ട്രിക്കൽ റഫ് കാസ്റ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു. ദ മോസ്റ്റ് സ്യൂട്ടബിൾ പിച്ച് ഓഫ് ഹാക്സോ ബ്ലേഡ് ഫോർ കട്ടിംഗ് തിൻ സെക്ഷൻ ട്യൂബ്.
തിൻ സെക്ഷൻ ട്യൂബ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ യൂസ് ചെയ്യുന്ന ഹാക്സോയുടെ പിച്ച് എത്രയാണ്, അല്ലെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പിച്ച് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ 1 മില്ലിമീറ്റർ, ഓപ്ഷൻ ബി 1.4 മില്ലിമീറ്റർ, ഓപ്ഷൻ സി 0.8 മില്ലിമീറ്റർ, ഓപ്ഷൻ ഡി 1.8 മില്ലിമീറ്റർ എന്നാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം തിൻ സെക്ഷൻസിന് യൂസ് ചെയ്യുന്നത് 0.8 mm ആണ്. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി 0.8 മില്ലിമീറ്റർ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു. റാച്ചറ്റ് സ്റ്റോപ്പ് ഇൻ മൈക്രോമീറ്റർ ഹെൽപ്സ് ടു. ഓപ്ഷൻ എ ലോക്ക് ദി സ്പിൻഡിൽ, ഓപ്ഷൻ ബി ഹോൾഡ് ദ വർക്ക് പീസ്, ഓപ്ഷൻ സി അഡ്ജസ്റ്റ് സീറോ എറർ, ഓപ്ഷൻ ഡി കൺട്രോൾ ദി പ്രഷർ. അപ്പോൾ നമുക്കറിയാം റാച്ചറ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ മൈക്രോമീറ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ് അല്ലേ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് റാച്ചറ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. റാച്ചറ്റ് സ്റ്റോപ്പ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാം, നിങ്ങൾ അതിൻ്റെ എൻഡിൽ കൊണ്ടുപോയി നമുക്ക് മൈക്രോമീറ്റർ കണ്ടിട്ടുണ്ടാവും. ആ മൈക്രോമീറ്ററിൻ്റെ എൻഡിൽ കൊണ്ടുപോയി നമ്മളിങ്ങനെ തിരിച്ചു കൊടുക്കാറുണ്ട് അല്ലേ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിൽ നമ്മൾ വർക്ക് പീസ് അതിൻ്റെ ആനിബിൽ കൊണ്ടുപോയി നമ്മൾ വർക്ക് പീസ് വെക്കുന്നതിന് ശേഷം അത് തിരിച്ചു കൊടുക്കുമ്പോൾ യൂണിഫോം ആയിട്ട് ആ പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ പ്രഷറിനെ അതിലേക്ക് അടുക്കുന്ന പ്രഷറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ റാച്ചറ്റ് സ്റ്റോപ്പ് ഉപയോഗിക്കുക. ഓപ്ഷൻ ഡി കൺട്രോൾ ദി പ്രഷർ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ മൈക്രോമീറ്ററും വെർനിയർ കാലിപ്പറും പോലെയുള്ള ആ ഡിവൈസുകളിലെ ഓരോ പാർട്ടുകളും നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ പാർട്ടുകളുടെ ഓരോ ഫങ്ഷൻസ് നമ്മൾ നോക്കി വെക്കേണ്ടതുണ്ട്. അതും ക്വസ്റ്റ്യൻ ഇതുപോലെ ഡയറക്റ്റ് ചോദിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു. ദ ഹൊറിസോണ്ടൽ ഫീഡ്, ക്രോസ് ഫീഡ് ആൻഡ് സ്ക്രൂ കട്ടിംഗ് മൂവ്മെന്റ് ഇൻ എ lathe ഈസ് കൺട്രോൾഡ് ബൈ. ഓപ്ഷൻ എ apron, ഓപ്ഷൻ ബി ഹെഡ് സ്റ്റോക്ക്, ഓപ്ഷൻ സി ക്രോസ് സ്ലൈഡ്, ഓപ്ഷൻ ഡി ടെയിൽ സ്റ്റോക്ക്. ഇവിടെ നമുക്കറിയാം ഹൊറിസോണ്ടൽ ഫീഡും അതുപോലെ തന്നെ ക്രോസ് ഫീഡും സ്ക്രൂ കട്ടിംഗ് മൂവ്മെൻറ്റിനൊക്കെ ഈ മൂവ്മെൻറ്റ് എല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ടോട്ടൽ ആയിട്ടുള്ള ആ പോർഷനെ പറഞ്ഞ പേര് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞുള്ളത്. നമുക്കറിയാം ഹെഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്, വർക്ക് പീസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടെയിൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, വർക്ക് പീസിന് എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ സെർട്ടൻ ആയിട്ടുള്ള ടൂളുകൾ വെക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ടെയിൽ സ്റ്റോക്ക് ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്കറിയാം ഇവിടെ ക്രോസ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ക്രോസ് സ്ലൈഡ് മൂവ്മെൻറ്റ് മാത്രം നടത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഏത് വരും? ആപ്രോൺ അല്ലേ. ആപ്രോൺ എന്ന് പറയുന്ന ആ ഒരു ടോട്ടൽ ആ ഒരു പോർഷൻ ആണ് എന്ത് കൊടുത്തിട്ടുള്ളത്, അവിടേക്ക് അതിലാണ് നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഫീഡ് കൊടുക്കുന്നതും അതുപോലെ തന്നെ ക്രോസ് ഫീഡ് കൊടുക്കുന്നതും സ്ക്രൂ കട്ടിംഗ് മൂവ്മെൻറ്റിനുള്ള കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അടങ്ങിയിട്ടുള്ളത് ഏതിലാണ്? ആപ്രോണിലാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആപ്രോൺ ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. Then അടുത്ത ക്വസ്റ്റ്യൻ, എക്സെപ്റ്റ് ഡാഷ് ഓഫ് ദ ഫയൽ ഈസ് ടെമ്പേർഡ്. ഒരു ഫയല്, ആ ഫയല് എല്ലാ പോർഷനിലും ടെമ്പറിങ് കൊടുക്കാത്ത പോർഷൻ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഹീല്, ഓപ്ഷൻ ബി ഷോൾഡർ, ഓപ്ഷൻ സി ടാങ്, ഓപ്ഷൻ ഡി പോയിന്റ്. ഇത് കൃത്യമായിട്ട് നമുക്ക് അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ആ ഓരോ പാർട്ടുകളെടുത്ത് പഠിക്കുന്ന സമയത്ത് നമ്മളവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ടാങ്ക് എന്ത് ചെയ്യുന്നില്ല, ടെമ്പറിങ്ങും ഹാർഡനിങ്ങും അവിടെ ചെയ്തിട്ടില്ല. ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ആ ഒരു ഹാൻഡിലേക്ക് ആ ഫയലിനെ കയറ്റി വെക്കുന്ന ആ പോർഷൻ ആണ് അല്ലേ. അപ്പോൾ ആ ടാങ്കിൽ എന്ത് ചെയ്യുന്നില്ല, ടെമ്പറും ചെയ്തിട്ടില്ല ഹാർഡനിങ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ വരിക ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു. ഗേജസ് ആർ മെയ്ഡ് ഓഫ്. ഓപ്ഷൻ എ കാസ്റ്റേൺ, ഓപ്ഷൻ ബി അലോയ് സ്റ്റീല്, ഓപ്ഷൻ സി മൈൽഡ് സ്റ്റീല്, ഓപ്ഷൻ ഡി കാസ്റ്റ് സ്റ്റീല്. അപ്പോൾ ഇവിടുത്തെ ഗേജുകൾ ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽ ഏതാണെന്നുള്ളതാണ് നമുക്കറിയാം, അലോയ് സ്റ്റീൽ. ഓപ്ഷൻ ബി അലോയ് സ്റ്റീലാണ് ഇതിലെ ആൻസർ വരിക. അലോയ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ഗേജസ് നിർമ്മിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു. വിച്ച് ടൈപ്പ് ഓഫ് ത്രെഡ് ഈസ് യൂസ്ഡ് ഇൻ ലേത്ത് ലീഡ് സ്ക്രൂ. നേരത്തെ പറഞ്ഞല്ലേ. ഇപ്പോൾ ത്രെഡിൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുക. സെയിം തന്നെ അല്ലേ, സെയിം ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സെയിം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ വന്നിരിക്കുക. എന്താണ് ത്രെഡ് ലീഡ് സ്ക്രൂവിൽ യൂസ് ചെയ്തിട്ടുള്ള ത്രെഡ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സ്ക്വയർ ത്രെഡ്, ഓപ്ഷൻ ബി BSW ത്രെഡ്, ഓപ്ഷൻ സി BA ത്രെഡ്, ഓപ്ഷൻ ഡി ആക്മെ ത്രെഡ്. നമുക്കറിയാം ഇതിലെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആക്മെ ത്രെഡ് ആണ് അല്ലേ. ആക്മെ ത്രെഡ് ആണ് നമ്മളെ ലെയ്ത്തിലെ ലീഡ് സ്ക്രൂവിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആക്മെ ത്രെഡിന്റെ ആംഗിൾ നമുക്കറിയാം എത്ര മക്കളെ, 29 ഡിഗ്രി. അതും ചോദിക്കാറുണ്ട്. ആക്മെ ത്രെഡിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 29 ഡിഗ്രി ആണ്. അതുപോലെ എല്ലാ ത്രെഡിന്റെയും ആംഗിളും അതുപോലെ തന്നെ എല്ലാ ത്രെഡിന്റെയും എവിടത്തെയാണ് അതിന്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു. Which one of the coolant is used for reaming aluminum workpiece?
അലുമിനിയം വർക്ക് പീസിന് റീമിംഗ് നടക്കുമ്പോൾ അവിടെ യൂസ് ചെയ്ത കൂളൻ്റ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വരുന്നു വാട്ടർ, ഓപ്ഷൻ ബി വരുന്നു ലാഡ് ഓയിൽ, ഓപ്ഷൻ സി വരുന്നു കെറോസിൻ, ഓപ്ഷൻ ഡി വരുന്നു എയർ പ്രഷർ, എയർ യൂസ് ചെയ്തിട്ടാണെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം അലുമിനിയം വർക്ക് പീസ്, അലുമിനിയം പോലുള്ള മെറ്റീരിയൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ മെഷീൻ ചെയ്തെടുക്കുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന കൂളൻ്റ് എന്ന് പറയുന്നത് കെറോസിൻ ആണ്. ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി കെറോസിൻ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു, ദ മാർജിൻ ഗിവൻ ഇൻ ബേസിക് സൈസ് ഈസ്. ഓപ്ഷൻ എ ടോളറൻസ്, ഓപ്ഷൻ ബി ഹൈ ലിമിറ്റ്, ഓപ്ഷൻ സി ലിമിറ്റ്, ഓപ്ഷൻ ഡി ആക്ച്വൽ ലിമിറ്റ്. അപ്പോൾ നമുക്കറിയാം ഒരു ബേസിക് സൈസിലേക്ക് കൊടുക്കുന്ന മാർജിൻ പറഞ്ഞ പേരാണ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ലിമിറ്റ് ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു, സ്ക്രാച്ചസ് ഓൺ ദ സർഫേസ് ഈസ് നോൺ ആസ്. ഒരു സർഫേസിൽ ഉണ്ടാക്കിയുള്ള സ്ക്രാച്ചസിനെ പറയുന്ന പേരെന്താന്നുള്ളതാണ്. ഓപ്ഷൻ എ ഹിൽനസ്, ഓപ്ഷൻ ബി റഫ്നസ്, ഓപ്ഷൻ സി ഹിൽ ആൻഡ് വാലീസ്, ഓപ്ഷൻ ഡി വീവ്നെസ്. അപ്പോൾ നമുക്കറിയാം ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഒരു സർഫേസിലെ സ്ക്രാച്ചിന് പറഞ്ഞ പേര് റഫ്നസ് ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് അനീലിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സിലെ എല്ലാ പ്രോസസ്സുകളും കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ അതിലെ മാർക്കുകൾ നമുക്ക് വിട്ടുപോകാതെ കിട്ടും. അതുകൊണ്ട് അടുത്തൊരു ക്വസ്റ്റ്യനും അല്ലേ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്, അനീലിംഗിന്റെ മെയിൻ പർപ്പസ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എന്താണ്, ടു ഇംപ്രൂവ് മെഷീനബിലിറ്റി, ഓപ്ഷൻ ബി ടു ഇംപ്രൂവ് മാഗ്നറ്റിസം, ഓപ്ഷൻ സി ടു ഇൻക്രീസ് ഹാർഡ്നെസ്, ഓപ്ഷൻ ഡി ടു ഇൻക്രീസ് ടഫ്നെസ്. നമുക്കറിയാം ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ടു ഇംപ്രൂവ് മെഷീനബിലിറ്റിയാണ്. മെഷീനബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അനീലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു, ദ എബിലിറ്റി ഓഫ് മെറ്റൽ വിത്ത്സ്റ്റാൻഡ് ഇമ്പാക്ട് ലോഡ് ഈസ് ഡാഷ്. ഓപ്ഷൻ എ മാലബിലിറ്റി, ഓപ്ഷൻ ബി ടഫ്നെസ്, ഓപ്ഷൻ സി ഹാർഡ്നെസ്, ഓപ്ഷൻ ഡി ഡക്റ്റിലിറ്റി. അല്ലെ മെക്കാനിക്കൽ പ്രോപ്പർട്ടി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുക. അപ്പം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ ഓരോ പ്രോപ്പർട്ടിയുടെ ഡെഫിനേഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു മെറ്റലിൻ്റെ ഇമ്പാക്ട് ലോഡിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി, ഇമ്പാക്ട് ലോഡ് ഒരു വളരെ ചെറിയ സമയത്ത് വലിയൊരു ഫോഴ്സ് വരുന്നത്, അതാണ് ഇമ്പാക്ട് ലോഡ് എന്ന് പറയുന്നത്. ആ ഇമ്പാക്ട് ലോഡിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു മെറ്റലിൻ്റെ എബിലിറ്റി എന്ന് പറയുന്ന പേരാണ് ടഫ്നെസ് എന്ന് പറയുക. ടഫ്നെസ് എന്ന് പറയുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. ഓപ്ഷൻ ബി ടഫ്നെസ് ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു, സെക്കൻഡ് കട്ട് ഫയൽ ഈസ് ടൈപ്പ് ഓഫ്. സെക്കൻഡ് കട്ട് ഫയൽ ഈസ് ടൈപ്പ് ഓഫ് ഡാഷ്. ഓപ്ഷൻ എ സെക്ഷൻ, ഓപ്ഷൻ ബി ഗ്രേഡ്, ഓപ്ഷൻ സി കട്ട്, ഓപ്ഷൻ ഡി ഡിസൈൻ. ഇപ്പോൾ നമുക്കറിയാം ഇതിൽ ഓപ്ഷൻസിൽ പറയുന്നതാണ് സെക്കൻഡ് കട്ട് ഫയൽ എന്ന് പറയുന്നത് എന്ത് മാൻഡേറ്റ് അല്ലെങ്കിൽ എന്ത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമുക്ക് സെക്കൻഡ് കട്ട് ഫയൽ എന്ന് പറയുന്നത്, അത് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ കൃത്യമായിട്ട് അവിടെ നമുക്കറിയാൻ പറ്റും ഫയൽ അല്ലെ സെക്കൻഡ് കട്ട് ഫയൽ എന്ന് പറയുന്നത് ഗ്രേഡിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓപ്ഷൻ ബി ഗ്രേഡിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സെക്കൻഡ് കട്ട് ഫയൽ എന്ന് പറയുക. ഓക്കെ, ഇവിടെ ആൻസർ ബി ആണ് വരിക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു, കാസ്റ്റ് അയൺ cannot be forged because it has the property of dash. A softness, option B stiffness, option C toughness, option D brittleness. അല്ലേ, കാസ്റ്റ് അയൺ എന്ന് പറയുന്ന മെറ്റീരിയൽ നമ്മൾ ഫോർജ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഫോർജിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ല. എന്ത് കാരണത്താൽ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അത് സോഫ്റ്റ് ആയതുകൊണ്ടാണോ, സ്റ്റിഫ് ആയതുകൊണ്ടാണോ, ടഫ് ആയതുകൊണ്ടാണോ, ബ്രിട്ടിൽ ആയതുകൊണ്ടാണോ? ഫോർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കാസ്റ്റ് അയൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാറുണ്ട്, ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവാറുണ്ട് അല്ലേ, പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോവും. എന്തുകൊണ്ടാണ് പൊട്ടിപ്പോകുന്നത്? കാസ്റ്റ് അയൺ എന്ന് പറയുന്ന ഒരു ബ്രിട്ടിലായിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെയാണ് അല്ലേ, നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. കാസ്റ്റ് അയൺ എന്ന് പറയുന്ന ഒരു ബ്രിട്ടിലായിട്ടുള്ള പ്രോപ്പർട്ടി ഉള്ളത് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോർജിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ത് വരും? ബ്രിട്ടിൽനെസ്. ഓപ്ഷൻ ഡി ബ്രിട്ടിൽനെസ് ആയിരിക്കും ഇവിടുത്തെ ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റിവറ്റ്സ് ഇൻ എ റിവറ്റ് ജോയിന്റ്. ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റിവറ്റ്സ് ഇൻ എ റിവറ്റ് ജോയിന്റ്. ഓപ്ഷൻ എ 2D, ഓപ്ഷൻ ബി 3D, ഓപ്ഷൻ സി 2.5D, ഓപ്ഷൻ ഡി 1.5D. ഇത് കൃത്യമായിട്ട് ആ റിവറ്റിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ത് വരും? മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3D ആണ്. ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക.
അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് റിവറ്റ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ സ്ട്രക്ചറൽ വർക്ക്? വിച്ച് റിവറ്റ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ സ്ട്രക്ചറൽ വർക്ക്? സ്ട്രക്ചറൽ വർക്കിന് യൂസ് ചെയ്യുന്ന, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റിവറ്റ് ഹെഡ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ വരുന്നു പാൻ ഹെഡ്, ഓപ്ഷൻ ബി വരുന്നു സ്നാപ്പ് ഹെഡ്, ഓപ്ഷൻ സി വരുന്നു ഫ്ലാറ്റ് ഹെഡ്, ഓപ്ഷൻ ഡി വരുന്നു കൗണ്ടർ സിങ്ക് ഹെഡ്. ഈ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു സമയത്ത് വളരെ എല്ലാവർക്കും തന്നെ നെഗറ്റീവ് അടിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആവാൻ സാധ്യതയുണ്ട്. കാരണം എന്തെന്നായാലും ഇവിടെ സ്നാപ്പ് ഹെഡും പാൻ ഹെഡും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്നാപ്പ് ഹെഡും പാൻ ഹെഡും എന്ന് പറയുമ്പോൾ സ്നാപ്പ് ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രക്ചറൽ വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഹെഡാണ്. പാൻ ഹെഡ് എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ടുള്ള സ്ട്രക്ചറൽ വർക്ക്. പാൻ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ആയിട്ടുള്ള സ്ട്രക്ചറൽ വർക്കുകൾക്കാണ് യൂസ് ചെയ്യുക. ഹെവി ആയിട്ടുള്ള സ്ട്രക്ചറൽ വർക്കുകൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏത് യൂസ് ചെയ്യുന്നത്? പാൻ ഹെഡ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളതാണ് സ്ട്രക്ചറൽ വർക്കാണ്. സ്ട്രക്ചറൽ വർക്കുകൾക്ക് യൂസ് ചെയ്യുന്ന ഹെഡ് ഏതാന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഓപ്ഷൻ ബി സ്നാപ്പ് ഹെഡ് ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, in which gear teeth are cut and at an angle to the axis of rotation? ആ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ ഒരു ആംഗിളിൽ ഗിയർ ടീത്തുകൾ കട്ട് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ഗിയർ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വരുന്നു സ്പർ ഗിയർ, ഓപ്ഷൻ ബി വരുന്നു ഹെലിക്കൽ ഗിയർ, ഓപ്ഷൻ സി വരുന്നു ബെവൽ ഗിയർ, ഓപ്ഷൻ ഡി വരുന്നു വോം ആൻഡ് ഷാഫ്റ്റ് ഗിയർ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം ആ ഒരു ആക്സിസിന് കൃത്യമായിട്ട് ആംഗിൾ കട്ട് ചെയ്യുന്ന ഗിയർ എന്ന് പറയുന്നത് ഹെലിക്കൽ ഗിയർ ആണ് അല്ലേ? ഹെലിക്കൽ ഗിയർ, ഓപ്ഷൻ ബി ഹെലിക്കൽ ഗിയർ ആണ്. Then അടുത്ത ക്വസ്റ്റ്യൻ, which pulley is fitted on the belt to increase the arc of contact? ആർക്ക് ഓഫ് കോണ്ടാക്ട് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പുള്ളി യൂസ് ചെയ്യില്ല. ഏത് ബെൽറ്റിലേക്ക് ഏത് പുള്ളിയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞുള്ളത്. ഓപ്ഷൻ എ വരുന്നു സ്റ്റെപ്പ്ഡ് പുള്ളി, ഓപ്ഷൻ ബി കോൺ പുള്ളി, ഓപ്ഷൻ സി ജോക്കി പുള്ളി, ഓപ്ഷൻ ഡി ഡ്രൈവർ പുള്ളി. ഓപ്ഷൻ ഡി ഡ്രൈവർ പുള്ളി. അപ്പോൾ നമുക്കറിയാം എന്തുകൊണ്ടാണ് ആർക്ക് ഓഫ് കോണ്ടാക്ട് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതായിരുന്നു പുള്ളി എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ജോക്കി പുള്ളിയാണ്. ഓപ്ഷൻ സി ജോക്കി പുള്ളി ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു, വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ടു ഫോം ദ ഫൈനൽ ഷേപ്പ് ഓഫ് ദ റിവറ്റ് ഡ്യൂറിങ് റിവറ്റിംഗ്? ഫൈനൽ ഷേപ്പ് ഓഫ് ദ റിവറ്റ് ഡ്യൂറിങ് റിവറ്റിംഗ്. റിവറ്റിംഗ് നടത്തുന്ന സമയത്ത് ആ റിവറ്റിൻ്റെ ഫൈനൽ ഷേപ്പിലേക്ക് ആക്കി എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ റിവറ്റ് സെറ്റ്, ഓപ്ഷൻ ബി ഡോളി, ഓപ്ഷൻ സി സ്നാപ്പ്, ഓപ്ഷൻ ഡി ഡ്രിഫ്റ്റ്. അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു റിവറ്റ് നടത്തുന്ന സമയത്ത് അതിൻ്റെ ഫൈനലായിട്ടുള്ള ആ ഒരു പോർഷനിലേക്ക് അതിനെ ആക്കിയെടുക്കുന്നത് സ്നാപ്പ് എന്ന ടൂൾ യൂസ് ചെയ്തിട്ടാണ്. ഓപ്ഷൻ സി സ്നാപ്പ് എന്ന ടൂളാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക, സ്നാപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു, എ ഗിയർ which changes the rotary motion into linear motion and vice versa. റോട്ടറി മോഷനെ ലീനിയർ മോഷനായിട്ട് മാറ്റുന്ന അല്ലെങ്കിൽ ലീനിയർ മോഷനെ റോട്ടറി മോഷനായിട്ട് മാറ്റുന്ന ആ ഗിയറിനെ പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസ് വരുന്നു ബെവൽ ഗിയർ, ഓപ്ഷൻ ബി വരുന്നു ഹൈപ്പോഡ് ഗിയർ, ഓപ്ഷൻ സി വരുന്നു വോം ഗിയർ, ഓപ്ഷൻ ഡി എന്താണ് റാക്ക് ആൻഡ് പിനിയൻ. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് അറിയാം എന്താണ് ഇവിടുത്തെ ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ് അല്ലേ? റാക്ക് ആൻഡ് പിനിയൻ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി റാക്ക് ആൻഡ് പിനിയൻ. അതാണ് ലീനിയർ മോഷനെ റോട്ടറി മോഷനായിട്ട് മാറ്റുന്നത് അല്ലെങ്കിൽ റോട്ടറി മോഷനെ ലീനിയർ മോഷനായിട്ട് മാറ്റുന്നത്. ആ ടൈപ്പ് ഓഫ് ഗിയറിന് പറയുന്ന പേരാണ് റാക്ക് ആൻഡ് പിനിയൻ എന്ന് പറയുക. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. Then അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു, ഹുക്ക് ഓഫ് ക്രെയിൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ്. ഹുക്ക് ഓഫ് ക്രെയിൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് എന്താണ്? ഓപ്ഷൻ എ വരുന്നു ഹൈ സ്പീഡ് സ്റ്റീല്, ഓപ്ഷൻ ബി വരുന്നു ഹൈ കാർബൺ സ്റ്റീല്, ഓപ്ഷൻ സി വരുന്നു റോട്ട് അയൺ, ഓപ്ഷൻ ഡി വരുന്നു പിഗ് അയൺ. അപ്പോൾ ഇവിടുത്തെ ആൻസർ നമുക്ക് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും ഏതാണ് ഹുക്ക് ഓഫ് ക്രെയിൻസ്. ക്രെയിൻ്റെ ഹുക്ക് ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് ഏതാണ്? റോട്ട് അയൺ ആണ്. ഓപ്ഷൻ സി റോട്ട് അയൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ക്രെയിനിൻ്റെ ഹുക്കുകളെ ഉണ്ടാക്കിയെടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രൊഡക്റ്റ് ഓഫ് പഡ്ലിംഗ് ഫർണസ് ഈസ്.
പഡ്ലിംഗ് ഫർണസ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ പഡ്ലിംഗ് ഫർണസിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഏതാണ്? സ്റ്റീല്. ഓപ്ഷൻ ബി ഏതാണ്? പിഗ് അയൺ. ഓപ്ഷൻ സി കാസ്റ്റ് അയൺ. ഓപ്ഷൻ ഡി എന്താണ് മക്കളെ? റോട്ട് അയൺ. അപ്പോൾ എന്താണ് പഡ്ലിംഗ് ഫർണസിൽ നമുക്ക് കിട്ടുന്നുണ്ടാവുക? ഓപ്ഷൻ ഡി റോട്ട് അയൺ ആണ്. റോട്ട് അയൺ നിർമ്മിക്കുന്ന ആ ഫർണസിനെ പറയുന്ന പേരാണെന്ന് പറയുന്നത് പഡ്ലിംഗ് ഫർണസ് എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, സോൾഡറിങ് അയൺ ഈസ് മെയ്ഡ് ഓഫ് ഡാഷ്. സോൾഡറിങ് അയൺ ഈസ് മെയ്ഡ് ഓഫ് ഡാഷ്. ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? ഓപ്ഷൻ എ കോപ്പർ, ഓപ്ഷൻ ബി ടങ്സ്റ്റൺ, ഓപ്ഷൻ സി മൈൽഡ് സ്റ്റീല്, ഓപ്ഷൻ ഡി ലെഡ്. ഇപ്പം തന്നിട്ടുള്ളതിൽ ഏത് ഉപയോഗിച്ചാണ് സോൾഡറിങ് അയൺ നിർമ്മിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ആൻസർ ഏതാണ്? കോപ്പർ ആണ്. ഓപ്ഷൻ എ കോപ്പർ ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ കോപ്പർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു, ദ ഡിസ്റ്റൻസ് എ ഡ്രിൽ അഡ്വാൻസസ് ഇൻ ടു ദ ജോബ് ഇൻ 1 complete revolution. ഓപ്ഷൻ എ RPM, ഓപ്ഷൻ ബി കട്ടിംഗ് സ്പീഡ്, ഓപ്ഷൻ സി മെഷീൻ സ്പീഡ്, ഓപ്ഷൻ ഡി ഫീഡ്. ഓപ്ഷൻ ഡി ഫീഡ്. അപ്പോൾ നമുക്കറിയാം എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞുള്ളത്? ഒരു ഡ്രില്ല് അഡ്വാൻസ് ചെയ്യുന്ന ജോബിലേക്ക് അഡ്വാൻസ് ചെയ്യുന്ന ആ ഡിസ്റ്റൻസിന് പറയുന്ന പേര് എന്താണെന്നല്ലേ? ഓരോന്ന് കഴിയുമ്പോൾ ഓരോ പ്രോസസ് ഇത് കഴിയുമ്പോൾ നമ്മൾ ഓരോ ഇത് കൊടുക്കുന്ന സമയത്ത് അവിടെ എന്ത് നടക്കുന്നു? അതൊരു അഡ്വാൻസ് ചെയ്യുന്നു, ഒരു ഡിസ്റ്റൻസ് അഡ്വാൻസ് ചെയ്ത് പോകുന്നുണ്ട്. അതിന് പറയുന്ന പേരെന്താണ്? നമുക്കറിയാം ഓപ്ഷൻ ഡി ഫീഡാണ്. ഓപ്ഷൻ ഡി ഫീഡാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പ്ലഗ് ഗേജ് ഹാസ് ഗോ ആൻഡ് നോ ഗോ എൻഡ് ഓൺ ദ സെയിം സൈഡ്. ഗോ എന്ന എൻഡും നോ ഗോ എന്ന് പറയുന്ന എൻഡും ഒരേ സൈഡിൽ സെയിം സൈഡിൽ വരുന്ന പ്ലഗ് ഗേജ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ വരുന്നു ടേപ്പർ പ്ലഗ് ഗേജ്, ഓപ്ഷൻ ബി വരുന്നു റിംഗ് ഗേജ്, ഓപ്ഷൻ സി വരുന്നു പ്രോഗ്രസീവ് പ്ലഗ് ഗേജ്, ഓപ്ഷൻ ഡി വരുന്നു ത്രെഡ് പ്ലഗ് ഗേജ്. നമുക്കറിയാം എന്താണ് സെയിം ആയിട്ടുള്ള സെയിം സൈഡിൽ തന്നെ ഈ ഗോ അതുപോലെ തന്നെ നോ ഗോ എൻഡുകൾ നോ ഗോ എൻഡ് വരുന്നത് ഏതിലാണ്? പ്രോഗ്രസീവ് പ്ലഗ് ഗേജിലാണ്. ഓപ്ഷൻ സി പ്രോഗ്രസീവ് പ്ലഗ് ഗേജിലാണ് എന്ത് വരുന്നത്? സെയിം സൈഡിൽ ഗോ എൻഡും നോ ഗോ എൻഡും വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ, ദ പ്രോസസ് ഓഫ് ജോയിനിങ് സ്ലിപ്പ് ഗേജസ് ഈസ് നോൺ ആസ്. സ്ലിപ്പ് ഗേജുകളെ പരസ്പരം ജോയിനിങ് ചെയ്യുന്ന പ്രോസസ്സ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വരുന്നു അഡ്ഹസീവ്, ഓപ്ഷൻ ബി വരുന്നു കൊഹസീവ്, ഓപ്ഷൻ സി വരുന്നു റിംഗിങ്, ഓപ്ഷൻ ഡി വരുന്നു ഫിറ്റിങ്. നമുക്കറിയാം നമ്മളെ സ്ലിപ്പ് ഗേജുകൾ പരസ്പരം അല്ലെ രണ്ടായിട്ടുണ്ടെങ്കിൽ ആ രണ്ടെണ്ണം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? രണ്ടെണ്ണം ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യും? ഒറ്റ ഒന്നായിട്ട് മാറുന്ന നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയാ? റിംഗിങ് എന്ന് പറയാ. ഓപ്ഷൻ സി റിംഗിങ്. അതായത് നമ്മളെ സ്ലിപ്പ് ഗേജുകളെ പരസ്പരം ജോയിനിങ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് റിംഗിങ് എന്ന് പറയാ. അടുത്ത ക്വസ്റ്റ്യൻ, when temperature rises what will happen to the viscosity of an oil? ടെമ്പറേച്ചർ, ഓയിലിൻ്റെ ടെമ്പറേച്ചർ എന്താണ് ചെയ്തിട്ടുള്ളത്? കൂട്ടുന്നു, റൈസ് ആവുന്നു. ആ സമയത്ത് അതിൻ്റെ വിസ്കോസിറ്റിക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എന്താണ്? ഇൻക്രീസ് ആവാം. ഓപ്ഷൻ ബി വരുന്നു ഡിക്രീസ് ചെയ്യുന്നു. ഓപ്ഷൻ സി ഇൻക്രീസോ അല്ലെങ്കിൽ ഡിക്രീസോ സംഭവിക്കുന്നു. ഓപ്ഷൻ ഡി എന്താ പറഞ്ഞത്? നോ ചേഞ്ച് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും ഒരു ലിക്വിഡിൻ്റെ അല്ലെങ്കിൽ ഓയിലിൻ്റെ എന്താണ് ചെയ്യുന്നത്? അവിടെ ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് അതിൻ്റെ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യുന്നു. അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. ഓപ്ഷൻ ബി വിൽ ബി ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, റീമർ ഷുഡ് ഓൾവേസ് ബി റൊട്ടേറ്റഡ് ഇൻ ഡാഷ് ഡയറക്ഷൻ. റീമർ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഏത് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എന്നാണ് ക്ലോക്ക് വൈസ്, ഓപ്ഷൻ ബി ആൻറ്റി ക്ലോക്ക് വൈസ്, ഓപ്ഷൻ സി ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ് എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ്. ഈ ഓപ്ഷൻ നോക്കിയ സമയത്ത് നമുക്കറിയാം റീമർ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, ഓപ്ഷൻ എ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ,
എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ റൊട്ടേഷൻ കൊടുക്കേണ്ടത്. റീമർ എന്ന ടൂൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ? എന്തിനായിരുന്നു? ഒരു ഹോളിനെ ഫിനിഷ് ചെയ്യുന്ന പ്രോസസ്സാണ്. ആ പ്രോസസ്സ് എല്ലായ്പ്പോഴും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വേണം അതിൻ്റെ റൊട്ടേഷൻ കൊടുക്കാൻ. അവിടെ ഓപ്ഷൻ എ ക്ലോക്ക് വൈസ് ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ക്ലോക്ക് വൈസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു, വിച്ച് മെറ്റൽ ഈസ് മോർ ഡക്റ്റൈൽ? താഴെ തന്നിട്ടുള്ളതിൽ ഏറ്റവും ഡക്റ്റൈൽ ആയിട്ടുള്ള, കൂടുതൽ ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റൽ ഏതാണെന്നുള്ളതാണ്. എന്താണ് ഡക്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, തിൻ വയേഴ്സ് ആയിട്ട് മാറാനുള്ള മെറ്റലിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്ന പേരായിരുന്നു അല്ലേ? അപ്പോൾ തിൻ വയറായിട്ട് മാറണം. താഴെ തന്നിട്ടുള്ളതിൽ ഏത് മെറ്റലിനാണ് തിൻ വയറായിട്ട് മാറാൻ കൂടുതൽ ക്യാപ്പബിലിറ്റി ഉള്ളത്? ഓപ്ഷൻ എ മൈൽഡ് സ്റ്റീൽ, ഓപ്ഷൻ ബി കോപ്പർ, ഓപ്ഷൻ സി കാസ്റ്റ് അയൺ, ഓപ്ഷൻ ഡി ഗൺമെറ്റൽ. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ കഴിയില്ലേ, ഈ പറയുന്നതിൽ ഒന്നും തന്നെ വയറുകൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക ഏതിനായിരിക്കും? കോപ്പർ അല്ലേ? കോപ്പർ വയറുകളല്ലേ നമ്മൾ കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും ഓപ്ഷൻ ബി കോപ്പർ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റൽ ഈ തന്നിട്ടുള്ളതിൽ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു, റഫ് ഹോൾ ഇൻ ഡ്രില്ലിംഗ് ഈസ് ഡ്യൂ ടു ഡാഷ്. ഓപ്ഷൻ എ സ്പിൻഡിൽ റണ്ണിംഗ് ഔട്ട് ഓഫ് സെൻറ്റർ, ഓപ്ഷൻ ബി ഡ്രിൽ പോയിന്റ് ഈസ് നോട്ട് ഷാർപ്പ്, ഓപ്ഷൻ സി ഫീഡ് റേറ്റ് ഈസ് വെരി ഹൈ, ഓപ്ഷൻ ഡി അൺഈക്വൽ ലെങ്ത് ഓഫ് കട്ടിംഗ് ലിപ്സ്. റഫ് ഹോൾ ഇൻ ഡ്രില്ലിംഗ് ഈസ് ഡ്യൂ ടു, ഡ്രില്ല് ചെയ്യുമ്പോൾ ആ ഹോൾ റഫായി പോകാനുള്ള സാധ്യത എന്ന് പറയുന്നത് എന്താണ്? ഫീഡ് റേറ്റ് കൂട്ടി കൊടുക്കുന്നതുകൊണ്ടാണ്. ഫീഡ് റേറ്റ് കൂടുതൽ ഫീഡ് കൊടുക്കുന്നു. കൂടുതൽ ഫീഡ് കൊടുക്കുന്ന സമയത്ത് ആ ഹോളിനെ റഫായി മാറുന്നു, റഫായിട്ട് മാറുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ഫീഡ് റേറ്റ് ഈസ് വെരി ഹൈ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓർ ഓഫ് ലെഡ് ഈസ് ഡാഷ്. Ore of lead is dash. Option A galena, option B bauxite, option C iron pyrites, option D copper pyrites. ലെഡിൻ്റെ ഓർ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം, നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും ഗലീനയാണ് ഇവിടുത്തെ ആൻസർ. ഓപ്ഷൻ എ ഗലീനയാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ അബ്രസീവ്. എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ അബ്രസീവ്. ഓപ്ഷൻസ് വരുന്നു, ഓപ്ഷൻ എ അലുമിനിയം ഓക്സൈഡ്, ഓപ്ഷൻ ബി സിലിക്കൺ കാർബൈഡ്, ഓപ്ഷൻ സി എമറി, ഓപ്ഷൻ ഡി ബോറോൺ കാർബൈഡ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്കറിയാം നാച്ചുറൽ ആയിട്ടുള്ള അബ്രസീവ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി എമറി ആണ് അല്ലേ? എമറി ആണ് നാച്ചുറൽ അബ്രസീവ്. എമറി പേപ്പറൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ? അത് നാച്ചുറൽ ആയിട്ടുള്ള അബ്രസീവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു മേറ്റിംഗ് പാർട്സ് എ ഹോൾ ആൻഡ് ഷാഫ്റ്റ് ഈസ്. ഓപ്ഷൻ എ ലിമിറ്റ്, ഓപ്ഷൻ ബി ഫിറ്റ്, ഓപ്ഷൻ സി ടോളറൻസ്, ഓപ്ഷൻ ഡി ഡീവിയേഷൻ. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ട് മേറ്റിംഗ് പാർട്സുകൾ തമ്മിൽ, ഹോൾ ആൻഡ് ഷാഫ്റ്റിനെ തമ്മിൽ ആ റിലേഷനെ പറയുന്ന പേരെന്ന് പറയുന്നത് ഫിറ്റാണ്. ഓപ്ഷൻ ബി ഫിറ്റാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെറ്റൽ ഹാസ് ലെസ് കാർബൺ കണ്ടന്റ്. താഴെ തന്നിട്ടുള്ളതിൽ ഏറ്റവും കാർബൺ കണ്ടന്റ്, കാർബണിൻ്റെ അളവ് കുറവുള്ളത് ഏതിനാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഓപ്ഷൻ എ കാസ്റ്റ് അയൺ, ഓപ്ഷൻ ബി പിഗ് അയൺ, ഓപ്ഷൻ സി പ്ലെയിൻ കാർബൺ സ്റ്റീല്, ഓപ്ഷൻ ഡി റോട്ട് അയൺ. അപ്പോൾ തന്നിട്ടുള്ളതിൽ ഏറ്റവും കാർബൺ കണ്ടന്റ് കുറവുള്ളത് ഏതിനാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. നമുക്കിതിൽ ഓരോന്നിനെയും കാർബൺ കണ്ടന്റ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. കാർബൺ കണ്ടന്റ് ഫോർ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് 2 മുതൽ 4% ആണ്. അതേപോലെ പിഗ് അയൺ എന്ന് വരുന്നത് എത്രയാണ് വരുന്നത്? 3.5 മുതൽ 4.5% വരെയാണ് ഏതിൽ വരുന്നത്? പിഗ് അയണിൽ വരുന്നത്. ഇനി പ്ലെയിൻ കാർബൺ സീൽ PCS എന്ന് എഴുതാം. പ്ലെയിൻ കാർബൺ സീലിലേക്ക് വരുന്ന സമയത്ത് അത് 0.1 മുതൽ 1.5% വരെ വരാം. റോട്ട് അയണിലേക്ക് വരുന്ന സമയത്ത് ലെസ് ദാൻ 0.8% ആണ്. 0.8%നേക്കാളും കുറവായിരിക്കും റോട്ട് അയണിൽ ഉണ്ടാവുക. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് കാസ്റ്റ് അയണും പിഗ് അയണിലും
അതുപോലെ തന്നെ പ്ലെയിൻ കാർബൺ സ്റ്റീലിനേക്കാളും ഏറ്റവും കുറവ് കാർബൺ കണ്ടന്റ് ഉള്ളത് റോട്ട് അയണിലാണ്. അത് പറഞ്ഞത് ലെസ് ദാൻ 0.8% ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഓപ്ഷൻ ഡി റോട്ട് അയൺ ആണ് ഇവിടുത്തെ ആൻസർ വരിക. ഏറ്റവും കുറവ് ലെസ് കാർബൺ കണ്ടന്റ് ഉള്ളത് ഏതിനാണ്? റോട്ട് അയണിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ BIS സിസ്റ്റം there are dash ഫണ്ടമെന്റൽ ഡീവിയേഷൻസ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സിസ്റ്റത്തിലെ എത്ര ഫണ്ടമെന്റൽ ഡീവിയേഷൻസ് ഉണ്ടെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 18, ഓപ്ഷൻ ബി 25, ഓപ്ഷൻ സി 16, ഓപ്ഷൻ ഡി 20. അതിലറിയാം കൃത്യമാണ്, ഒരു സംശയം വേണ്ട. 25 ഫണ്ടമെന്റൽ ഡീവിയേഷൻസ് ആണ് നമുക്ക് നമ്മളുടെ BISലെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിലുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കീ യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽ ഷാഫ്റ്റ്? താഴെ തന്നിട്ടുള്ളതിൽ ഓട്ടോമൊബൈൽ ഷാഫ്റ്റിൽ യൂസ് ചെയ്യുന്ന കീ ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ ഗിബ് ഹെഡ് കീ, ഓപ്ഷൻ ബി ടേപ്പർ കീ, ഓപ്ഷൻ സി വുഡ് റഫ് കീ, ഓപ്ഷൻ ഡി ഹോളോ സാഡിൽ കീ. നമുക്കറിയാം ഓട്ടോമൊബൈൽ ഷാഫ്റ്റിൽ ഉപയോഗിക്കുന്നത് വുഡ് റഫ് കീ ആണ്. വുഡ് റഫ് കീ ആണ് നമ്മൾ ഓട്ടോമൊബൈൽ ഷാഫ്റ്റിൽ യൂസ് ചെയ്യുന്ന. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ വരിക. ദെൻ സെൻറ്റർ ഡ്രിൽ ഈസ് യൂസ്ഡ് ഫോർ. ഓപ്ഷൻ എ കൗണ്ടർ ബോറിംഗ്, ഓപ്ഷൻ ബി കൗണ്ടർ സിങ്കിങ്, ഓപ്ഷൻ സി ബോറിംഗ്, ഓപ്ഷൻ ഡി ഡബറിംഗ്. സെൻറ്റർ ഡ്രില്ല് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം സെൻട്രൽ ഡ്രിൽ ഉപയോഗിക്കുന്നത് കൗണ്ടർ സിങ്കിങ് പ്രോസസ്സിനാണ്. ഓപ്ഷൻ ബി കൗണ്ടർ സിങ്കിങ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെൻട്രൽ ഡ്രില്ല് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബെൻഡിങ് ഓഫ് ഷീറ്റ്സ് ഫ്രം എൻഡ് ഈസ് കോൾഡ്. ബെൻഡിങ് ഓഫ് ഷീറ്റ്സ് ഫ്രം എൻഡ് ഈസ് കോൾഡ്. ഏതാണ് വരുന്നത് ഓപ്ഷൻസ്? ഓപ്ഷൻ എ സീം, ഓപ്ഷൻ ബി സോൾഡറിങ്, ഓപ്ഷൻ സി ഹെം, ഓപ്ഷൻ ഡി ഗ്രൂവിങ്. നമുക്കറിയാം ഒരു ഷീറ്റിനെ ബെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻഡിൽ ഷീറ്റിനെ ബെൻഡ് ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്നത് ഹെം എന്നാണ്. ഓപ്ഷൻ സി ഹെം ആയിരിക്കും ആൻസർ വരിക. Then shear is the tool used for dash operation. shear എന്ന് പറയുന്ന അല്ലെങ്കിൽ ഷിയർ എന്ന് പറയുന്ന ടൂള് എന്ത് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? കണ്ടില്ലേ ഓരോ ടൂളിൻ്റെയും ആപ്ലിക്കേഷൻസ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ബെൻഡിങ്, ഓപ്ഷൻ ബി കട്ടിങ്, ഓപ്ഷൻ സി ഫോർജിങ്, ഓപ്ഷൻ ഡി ട്വിസ്റ്റിങ്. നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും ഷിയർ ഉപയോഗിക്കുന്നത് കട്ടിങ് ഓപ്പറേഷൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ ബി കട്ടിങ് ആയിരിക്കും ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹെഡ് ഓഫ് ഹാമർ പാരലൽ ടു ഇറ്റ്സ് ഹാൻഡിൽ ഈസ്. ഹെഡ് ഓഫ് ഹാമർ, ഹാമറിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഹാൻഡിലിന് പാരലൽ ആണെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് ഹാമർ ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്രോസ് പിൻ ഹാമർ, ബോൾ പിൻ ഹാമർ, സ്ട്രെയിറ്റ് പിൻ ഹാമർ, നൺ ഓഫ് ദീസ്. അപ്പോൾ അവിടെ പാരലൽ ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്? സ്ട്രെയിറ്റ് പിൻ ഹാമർ ആണ്. ഓപ്ഷൻ സി സ്ട്രെയിറ്റ് പിൻ ഹാമർ ആണ് ഇവിടുത്തെ ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു, സ്റ്റേക്ക് ഈസ് എ ഡാഷ് ടൂള്. സ്റ്റേക്ക് ഈസ് എ ഡാഷ് ടൂള്. താഴെ തന്നിട്ടുള്ളതിൽ സ്റ്റേക്ക് എന്ന് പറയുന്ന ടൂള് ഏത് ടൈപ്പ് ഓഫ് ടൂൾ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മെഷർമെൻറ്റ്, ഓപ്ഷൻ ബി കട്ടിങ്, ഓപ്ഷൻ സി സപ്പോർട്ടിങ്, ഓപ്ഷൻ ഡി ബെൻഡിങ്. ആ തന്നിട്ടുള്ളതിൽ സ്റ്റേക്ക് എന്ന് പറയുന്ന ടൂള് ഏത് ടൈപ്പ് ഓഫ് ടൂളാണ് എന്നുള്ളതാണ്. നമുക്കറിയാം എന്താണ് സ്റ്റേക്ക് എന്ന് പറയുന്നത്. സ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടിംഗ് ടൂളാണ് അല്ലേ. സപ്പോർട്ടിംഗ് ടൂളാണ് എന്ന് പറയുന്നത് സ്റ്റേക്ക് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് യൂസ്ഡ് ടു ഇംപ്രൂവ് ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് സ്റ്റീൽ. ഡാഷ് ഈസ് യൂസ്ഡ് ടു ഇംപ്രൂവ് ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് സ്റ്റീൽ. ഏതാണ്? ഓപ്ഷൻ എ വരുന്നു ഹാർഡനിങ്, ഓപ്ഷൻ ബി വരുന്നു നോർമലൈസിങ്, ഓപ്ഷൻ സി വരുന്നു അനീലിങ്, ഓപ്ഷൻ ഡി വരുന്നു ടെമ്പറിങ്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നമുക്കറിയാം എന്താണ്. അതും അടുത്ത ക്വസ്റ്റ്യനും ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിട്ടുള്ളത്. നോർമലൈസിങ് ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി നോർമലൈസിങ്. ഇന്റേണൽ സ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് നോർമലൈസിങ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു, ഇൻ എ ഗ്രൈൻഡ് വീലിംഗ് the difference between abrasive and bond is known as. In a grinding wheel, the difference between abrasive and bond is known as. Option A grit, option B bond, option C grid, option D structure. നമുക്കറിയാം ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി സ്ട്രക്ചർ ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി സ്ട്രക്ചർ ആയിരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, സിലിക്കേറ്റ് ബോണ്ട് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഡാഷ് ലെറ്റർ. സിലിക്കേറ്റ് ബോണ്ട് ഈസ്
ബോണ്ട് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഡാഷ് ലെറ്റർ. ഏത് ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് സിലിക്കേറ്റ് ബോണ്ടിന് നമ്മളുടെ ഏതിൽ ഗ്രൈൻഡിങ് വീലിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. ഓപ്ഷൻ എ വി ആണ്, ഓപ്ഷൻ ബി ആർ ആണ്, ഓപ്ഷൻ സി എസ് ആണ്, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഇ ആണ്. നമുക്കറിയാം സിലിക്കേറ്റ് ബോണ്ട് ഓപ്ഷൻ സി എസ് വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഈ എസ് എന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് സിലിക്കേറ്റ് ബോണ്ടിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു, അക്കോർഡിംഗ് ടു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പൈപ്പ് ഈസ് സ്പെസിഫൈഡ് ബൈ. ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ നമ്മളെ പൈപ്പിനെ സ്പെസിഫൈ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, എന്ത് അടിസ്ഥാനത്തിലാണെന്നുള്ള ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഔട്ട്സൈഡ് ഡയമീറ്റർ, ഓപ്ഷൻ ബി ഇൻസൈഡ് ഡയമീറ്റർ, ഓപ്ഷൻ സി ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ നമുക്കറിയാം പ്രൊഫഷണൽ കീ വന്ന സമയത്ത് ഇൻസൈഡ് ഡയമീറ്റർ ആയിരുന്നു ഇവിടുത്തെ ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഭൂരിഭാഗം ആൾക്കാരും അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മുടെ ഫൈനൽ കീ വന്ന സമയത്ത്, ഫിറ്ററിൻ്റെ ഫൈനൽ കീ വന്ന സമയത്ത് അത് ഓപ്ഷൻ സി ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓപ്ഷൻ സി ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. PSCയുടെ കീ എന്ന് പറയുന്നത് ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാറ്റം ലൈൻ ഈസ് കോൾഡ്. ഓപ്ഷൻ എ സെൻറ്റർ ലൈൻ, ഓപ്ഷൻ ബി ബേസ് ലൈൻ, ഓപ്ഷൻ സി കർവ് ലൈൻ, ഓപ്ഷൻ ഡി ഡോട്ടഡ് ലൈന്. ഡാറ്റം ലൈൻ നമുക്ക് എന്തെന്നെ പേര് പറയാം, ബേസ് ലൈൻ തന്നെ പറയാം അല്ലേ. ബേസ് ലൈനായിട്ട് നമുക്ക് ഡാറ്റം എന്ന് പറയുന്നതാണ് ബേസ് റെഫറൻസ് ആയിട്ട് പറയാൻ വേണ്ടി സാധിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഡാറ്റം ലൈൻ എന്ന് പറയുന്നത് ബേസ് ലൈൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ റേഡിയസ് കട്ടിംഗ് ഡാഷ് സോ ഈസ് യൂസ്ഡ്. റേഡിയസ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഏത് സോയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ റെസിപ്രോക്കേറ്റിംഗ്, ഓപ്ഷൻ ബി ഹൊറിസോണ്ടൽ, ഓപ്ഷൻ സി കോണ്ടൂർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഒരു റേഡിയസ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് സോയാണ്, കോണ്ടൂർ സോയിങ് ആണ്. കോണ്ടൂർ സോ വെച്ചിട്ടാണ് നമ്മൾ റേഡിയസ് കട്ടിങ്ങുകൾ, കർവായിട്ടുള്ള കട്ടിങ്ങുകൾ നടത്തുന്നത്. കോണ്ടൂർ സോയാണ് ഉപയോഗിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു, ഇൻ എ റെയിൽവേ കാരേജ് കപ്ലിംഗ് ഡാഷ് ഈസ് യൂസ്ഡ്. റെയിൽവേ കാരേജ് കപ്ലിങ്ങിൽ ഏത് ത്രെഡാണ് യൂസ് ചെയ്യുന്നത്? ത്രെഡിൻ്റെ തേർഡ് ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത് അല്ലേ. നമ്പർ ഓഫ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ത്രെഡുകളിലെ ആ ത്രെഡിൻ്റെ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റെയിൽവേ കാരേജ് കപ്ലിങ്ങിൽ യൂസ് ചെയ്യുന്ന ത്രെഡ് ഏതാണ്? ഓപ്ഷൻ എ ബട്ട്രസ് ത്രെഡ്, ഓപ്ഷൻ ബി നക്കിൾ ത്രെഡ്, ഓപ്ഷൻ സി ആക്മെ ത്രെഡ്, ഓപ്ഷൻ ഡി സ്ക്വയർ ത്രെഡ്. റെയിൽവേ കാരേജ് കപ്ലിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ടാവുക നക്കിൾ ത്രെഡാണ്. നക്കിൾ ത്രെഡാണ്. ഓപ്ഷൻ ബി നക്കിൾ ത്രെഡാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരും. ഓപ്ഷൻ ബി നക്കിൾ ത്രെഡാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബോട്ടം സർഫേസ് ജോയിനിങ് ദ ടു സൈഡ്സ് ഓഫ് ത്രെഡ് ഈസ് കോൾഡ് ഡാഷ്. ബോട്ടം സർഫേസ് ജോയിനിങ് ദ ടു സൈഡ്സ് ഓഫ് ത്രെഡ് ഈസ് കോൾഡ് ഡാഷ്. ഏതൊക്കെയാണ്? ഓപ്ഷൻ എ റൂട്ട്, ഓപ്ഷൻ ബി പിച്ച്, ഓപ്ഷൻ സി ക്രസ്റ്റ്, ഓപ്ഷൻ ഡി ലെഡ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും ആ ബോട്ടം സർഫേസ് ജോയിൻ ചെയ്യുന്നത് റൂട്ടാണ്. ബോട്ടം എന്ന് പറഞ്ഞാൽ റൂട്ടാണ് അല്ലേ. ആ റൂട്ടിലാണ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ആൻസർ മനസ്സിലാക്കി വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദീസ് ഫയൽസ് ആർ നോൺ ആസ് ഫിഷ് ബാക്ക് ഫയൽ. ഓപ്ഷൻ എ ക്രോസിംഗ് ഫയൽ, ഓപ്ഷൻ ബി ബാരറ്റ് ഫയൽ, ഓപ്ഷൻ സി ടിങ്കേഴ്സ് ഫയൽ, ഓപ്ഷൻ ഡി ബ്ലോക്ക് ഫയൽ. ഓരോ ഓപ്ഷൻസ് നോക്കുക. ആ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഫിഷ് ബാക്ക് ഫയൽ എന്ന് പറയുന്നത് ഏത് ഫയലാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫിഷ് ബാക്ക് ഫയൽ ഏത് ഫയൽ? ഇതിലും തന്നെ പ്രൊവിഷണൽ ആൻസർ കീ വന്ന സമയത്ത് ബാരറ്റ് ഫയലായിരുന്നു ആൻസർ ഉണ്ടായിരുന്നത്. പക്ഷെ അത് PSCയിലെ ഫൈനൽ കീ വന്ന സമയത്ത് അത് ഏതായി മാറ്റിയിട്ടുണ്ട്? ക്രോസിംഗ് ഫയൽ. ഓപ്ഷൻ എ ക്രോസിംഗ് ഫയലായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിനെയാണ് ഫിഷ് ബാക്ക് ഫയൽ എന്ന് പറയുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ബ്രൈറ്റ് ഫിനിഷിംഗ് ഓഫ് സിലിണ്ട്രിക്കൽ സർഫേസ്. സിലിണ്ട്രിക്കൽ സർഫേസിനെ ബ്രൈറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ സ്പോട്ട് ഫേസിങ്, ഓപ്ഷൻ ബി ലാപ്പിംഗ്, ഓപ്ഷൻ സി ഹോണിങ്, ഓപ്ഷൻ ഡി റീമിങ്. നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും നമുക്ക് ഏതാണ്? ഹോണിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ് സിലിണ്ട്രിക്കൽ സർഫേസിൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഹോണിംഗ് ആണ് ഇവിടുത്തെ ആൻസർ വരിക. ഹോണിംഗ് ആണ് ഇവിടുത്തെ ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ദിസ് ക്ലച്ച് ഈസ് യൂസ്ഡ് ഇൻ ടു വീലേഴ്സ്. ടു വീലേഴ്സിൽ യൂസ് ചെയ്യുന്ന
ടൂ വീലേഴ്സിൽ യൂസ് ചെയ്യുന്ന ക്ലച്ച് ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ ഡോഗ് ക്ലച്ച്, ഓപ്ഷൻ ബി സെൻട്രിഫ്യൂഗൽ ക്ലച്ച്, ഓപ്ഷൻ സി കോണിക്കൽ ക്ലച്ച്, ഓപ്ഷൻ ഡി മാഗ്നറ്റിക് ക്ലച്ച്. നമുക്കറിയാം ഓട്ടോമൊബൈൽസിൽ അല്ലെങ്കിൽ ടൂ വീലേഴ്സിൽ യൂസ് ചെയ്യുന്ന ക്ലച്ച് എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? ഓപ്ഷൻ ബി സെൻട്രിഫ്യൂഗൽ ക്ലച്ചാണ്. ഓപ്ഷൻ ബി സെൻട്രിഫ്യൂഗൽ ക്ലച്ചാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, നക്കിൾ ത്രെഡ് ഈസ് എ മോഡിഫൈഡ് ഫോം ഓഫ് ഡാഷ്. നക്കിൾ ത്രെഡ് എന്ന് പറയുന്നത് ഏത് ഫോമിൽ നിന്നും മോഡിഫൈ ചെയ്ത് കിട്ടിയിട്ടുള്ളതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആക്മെ ത്രെഡ്, ഓപ്ഷൻ ബി വി ത്രെഡ്, ഓപ്ഷൻ സി സ്ക്വയർ ത്രെഡ്, ഓപ്ഷൻ ഡി സോ ടൂത്ത് ത്രെഡ്. നമുക്കറിയാം ഇത് ഏതാണ് വരുന്നത്? നക്കിൾ ത്രെഡ് എന്ന് പറയുന്നത് സ്ക്വയർ ത്രെഡിൽ നിന്നാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. സ്ക്വയർ ത്രെഡ് എന്നാണ് നക്കിൾ ത്രെഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് മോഡിഫൈഡ് ഫോം എന്ന് പറയുന്നത് സ്ക്വയർ ത്രെഡ് ആണ്. സ്ക്വയർ ത്രെഡിന്റെ മോഡിഫൈഡ് ഫോമിനെ പറയുന്ന പേരാണ് നക്കിൾ ത്രെഡ് എന്ന് പറയുന്നത്. നക്കിൾ ത്രെഡ് എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നക്കിൾ ത്രെഡ് ഉപയോഗിക്കുന്ന എവിടെയായിരുന്നു? റെയിൽവേ ക്യാരേജ് കപ്ലിങ്സിൽ അല്ലേ? റെയിൽവേ ക്യാരേജ് കപ്ലിങ്സിലാണ് നമ്മൾ നക്കിൾ ത്രെഡ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് യൂസ് ടു പവർ ട്രാൻസ്മിഷൻ ബിറ്റ്വീൻ ഷാഫ്റ്റ് അറ്റ് വേരിയസ് ആംഗിൾസ്. ഏത് പവർ ട്രാൻസ്മിഷൻ മെത്തേഡാണ് ഷാഫ്റ്റ് വേരിയസ് ആംഗിൾസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. സ്പാർക്ക് ഗിയർ, ഓപ്ഷൻ ബി ബവൽ ഗിയർ, ഓപ്ഷൻ സി ഹെലിക്കൽ ഗിയർ, ഓപ്ഷൻ ഡി വേം ആൻഡ് ഷാഫ്റ്റ് ഗിയർ എന്നാണ് തന്നിട്ടുള്ളത്. നമുക്കറിയാം ഇതിൽ വേരിയസ് ആംഗിൾസിൽ യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ ബി ബവൽ ഗിയർ ആണ്. ഓപ്ഷൻ ബി ബവൽ ഗിയർ ആണ് ഈ ഒരു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു, ഇൻ എ വെർനിയർ കാലിപ്പർ ദ വാല്യൂ ഓഫ് വൺ മെയിൽ സ്കെയിൽ ഡിവിഷൻ ഈസ് ഡാഷ്. ഇൻ എ വെർനിയർ കാലിപ്പർ ദ വാല്യൂ ഓഫ് വൺ മെയിൻ സ്കെയിൽ ഡിവിഷൻ ഈസ് ഡാഷ്. ഓപ്ഷൻ എ 0.02 മില്ലിമീറ്റർ, ഓപ്ഷൻ ബി 0.5 മില്ലിമീറ്റർ, ഓപ്ഷൻ സി 0.01 മില്ലിമീറ്റർ, ഓപ്ഷൻ ഡി 1 മില്ലിമീറ്റർ. നമ്മുടെ വെർനിയർ കാലിപ്പറിലെ മെയിൻ സ്കെയിൽ ഡിവിഷനിലെ വൺ മെയിൻ സ്കെയിൽ ഡിവിഷൻ എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം 1 മില്ലിമീറ്റർ ആണ് ഒരു മെയിൻ സ്കെയിൽ ഡിവിഷനിലെ വാല്യൂ എന്ന് പറയുന്നത്. ഒരു മെയിൻ സ്കെയിൽ ഡിവിഷനിലെ വാല്യൂ എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണ്. അത് കൃത്യമാണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു, ചെയിൻ സ്ലിങ്സ് ആർ യൂസ്ഡ് ഫോർ. ഓപ്ഷൻ എ ലൈറ്റ് ലോഡ്, ഓപ്ഷൻ ബി ഹെവി ലോഡ്, ഓപ്ഷൻ സി മീഡിയം ലോഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഏതാണ് ചെയിൻ സ്ലിങ്ങിന് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഓപ്ഷൻ ബി ഹെവി ലോഡിനാണ് നമ്മൾ ചെയിൻ സ്ലിങ്സ് ഉപയോഗിക്കുക. ചെയിൻ സ്ലിങ്സ് ഉപയോഗിക്കുന്നത് ഹെവി ലോഡ് പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ക്വസ്റ്റ്യൻ ഉള്ളത്? ദ സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് GI പൈപ്പ് ഈസ് ഡാഷ്. ഒരു GI പൈപ്പിന്റെ സ്റ്റാൻഡേർഡ് ലെങ്ത് എത്രയാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ 6 മീറ്റർ, ഓപ്ഷൻ ബി 5 മീറ്റർ, ഓപ്ഷൻ സി 10 മീറ്റർ, ഓപ്ഷൻ ഡി 4 മീറ്റർ. നമുക്കറിയാം ഒരു ഗാൽവനൈസ്ഡ് അയൺ പൈപ്പിന്റെ സ്റ്റാൻഡേർഡ് ലെങ്ത് എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്. 6 മീറ്റർ ആണ് അതിന്റെ സ്റ്റാൻഡേർഡ് ലെങ്ത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരും ഓപ്ഷൻ എ 6 മീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഔട്ട് ഓഫ് 77 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട് ഓരോ എക്സാമിനും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൈലം ടെക്നിക്കൽ ഇവിടെ ഒരു ഇൻറ്റൻസീവ് ആയിട്ടുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ കോഴ്സ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും തന്നെ ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. തുടർന്നും ഇതുപോലെ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ അഫോർഡബിൾ പ്രൈസിൽ സൈലം ടെക്നിക്കൽ നിങ്ങൾക്കായി ഒരുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ.